നമ്മുടെ പപ്പായ മരം താഴെ പോയി. ഭാഗ്യത്തിന് വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒരു പപ്പായ മരം മാത്രം ഇങ്ങനെ വീഴ്ന്നിട്ടുണ്ട്. പപ്പായ ഉണ്ടായിരുന്നു, ഇനിയിപ്പം എന്ത് ചെയ്യാൻ, മഴയല്ലേ. ഇന്നലത്തെ കാറ്റായാലും അറിഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്ന് കറങ്ങിപ്പോയി. അമ്മാതിരിയുള്ള കാറ്റായിരുന്നു, ഒരു രക്ഷയില്ല. കേട്ടോ, കണ്ടാൽ പേടിച്ചു പോകും. അത്രയ്ക്കുള്ള കാറ്റായിരുന്നു അവിടെ അടിച്ചത്. അതുപോലെ പപ്പായും കുറേ മരങ്ങളൊക്കെ പോയി. പിന്നെ റോഡിലൊക്കെ ഇലക്ട്രിസിറ്റി മൊത്തം പോയി കിടക്കും. ഇവിടെ കറണ്ടിന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം കഴിഞ്ഞാൽ കറണ്ട് വരത്തുള്ളൂ. അത്രയും പണിയുണ്ട് അവർക്ക്. അവർ സുഹൃത്തുക്കളെ, ഇന്നലെ ഒരു വല്ലാത്ത അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പം മുന്നറിയിപ്പ് ഫോണിൽ വരെ കിട്ടി, പക്ഷെ മഴ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഭയങ്കരമായ ഒരു കാറ്റ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് പേടിച്ചു പോകും. അത്രയ്ക്കുള്ള തെങ്ങൊക്കെ വന്ന് വളഞ്ഞ് തറയെ വന്ന് കുത്തുന്ന രീതിയിലായിരുന്നു. പിന്നെ വീട്ടിലെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയാനക അന്തരീക്ഷം. അതുപോലെ ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു. ബാലരാമപുരത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി റോഡിൽ അങ്ങ് മടലും വിറവും കമ്പും എല്ലാം അങ്ങ് വീണുകൊണ്ടിരിക്കുക. ആ തലയെ വീഴാതെ ഇങ്ങ് എത്തി, എന്തോ ഭാഗ്യം. അത്രയ്ക്ക് ഭയാനമായ കാറ്റായിരുന്നു. 50 50 കിലോമീറ്റർ പെർ സ്പീഡിലാണ് കാറ്റടിച്ചത്. അപ്പം ഇതൊക്കെ നോർമൽ കാറ്റാണിത്. അപ്പം 100 മൈൽ സ്പീഡിലൊക്കെ കാറ്റടിക്കാനുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു, നമ്മളൊക്കെ പറന്നു പോകും. ഇന്നലെ ഈ കാറ്റും മഴ ഉണ്ടായ സമയത്തെല്ലാം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിക്കാർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരം തന്നെ കറണ്ട് മൊത്തത്തിൽ പോവുകയും ചെയ്തു. പിന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസിയുടെ ബൾബ് വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം തട്ടിയും തടഞ്ഞും ഒക്കെ വീടിനകത്ത് നിൽക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇനിയിപ്പോൾ എമർജൻസിയുടെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ ആയാലും വാങ്ങിച്ച് വീട്ടിലൊന്ന് വെച്ചേരെ. കറണ്ടൊക്കെ എന്തായാലും ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ വൈകിട്ട് രാത്രിയാണ് ഒന്നും അറിയാൻ പറ്റില്ല. പേടിച്ചൊക്കെയാണ് നമ്മൾ കിടന്നത്. അതുകൊണ്ട് ഇത്രയും ഇതൊക്കെ ആയിട്ട് രാവിലെ ഞാൻ ഇറങ്ങി നോക്കി എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നോക്കിയപ്പോഴത്തേന് ഇലക്ട്രിസിറ്റിക്കാർക്കാണ് കേട്ടോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അവർ കരാർ പണിക്കാരെല്ലാം സജീവമായിട്ട് റോഡിലുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കോട്ടുകാൽ KCB ആണ്, ഉച്ചക്കട വരുന്നതാണ് നമ്മുടെ KCB ഓഫീസ്. അവിടുത്തെ പണിക്കാരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് രാവിലെ വന്ന് പോസ്റ്റൊക്കെ കയറ്റിക്കൊണ്ട് ധൃതി വെച്ച് വളരെ ഫാസ്റ്റായിട്ട് അവർ കൊണ്ടുപോകുന്ന കണ്ടു. അപ്പോൾ പോസ്റ്റൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ഒരു 4-5 പോസ്റ്റോളം അവർ കയറ്റിക്കൊണ്ട് പോയി. അപ്പോൾ അത്രയും നാശനഷ്ടം വന്നിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ രാത്രിയൊക്കെ ആയാലും അവർക്ക് വളരെ ദുരിതമാണ്. നമ്മൾ ഇലക്ട്രിസിറ്റിയൊക്കെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് ഡേഞ്ചറാണ്. അവർക്കും കുടുംബമൊക്കെ ഉള്ളതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഒരു ദിവസമൊക്കെ നമുക്ക്, അല്ലെ ഒരു ദിവസം ഇത്ര മണിക്കൂറുകൾ വെളുപ്പിനെ ആയാലും നമുക്ക്, അല്ലെ ഉച്ചയ്ക്ക് ശേഷം കറണ്ട് വന്നില്ല, എനിക്ക് പരാതിയൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്, അവർക്കും കുടുംബങ്ങളൊക്കെ ഉള്ളതാണ്. ഇലക്ട്രിസിറ്റിയിലൊക്കെ രാത്രി മഴയത്തൊക്കെ പോസ്റ്റിലൊക്കെ കയറേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പലർക്കും പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ രാവിലെ ഇറങ്ങുന്നത്. അത് മതി, നമുക്കൊരു എമർജൻസി ബൾബോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടാൽ മതി. നമുക്ക് അത് മതിയല്ലോ കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം പ്രത്യേകിച്ച് മലയോര പ്രദേശത്തെ മരങ്ങളെ പോലെ അല്ല ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ. മലയോര പ്രദേശത്തെ മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാറ്റടിച്ചും അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള മരങ്ങളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു കാറ്റ് വന്നാൽ ഒടിയും മരങ്ങളൊക്കെ. അപ്പം അങ്ങനൊരു പ്രശ്നം വേറൊരാളെന്നോട് പറഞ്ഞു. ആ മലയോര പ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഒടിയില്ല. അപ്പം അതിനെ അതിജീവിക്കാനൊരു കഴിവുണ്ട്. എല്ലാ മരങ്ങൾ തന്നെയാണ്, പുള്ളിക്കാരൻ പറഞ്ഞ അറിവാണ് എനിക്ക്. അപ്പം പെട്ടെന്ന് ഇവിടെ ഈ താഴ്ന്ന തീരപ്രദേശത്തൊക്കെ ഒരു കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ശക്തി കൂടുതലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് മറ്റുള്ള മലയോര പ്രദേശങ്ങളുടെ ശക്തി കുറയാൻ എന്ത് കാരണം എന്ന് വെച്ചാൽ മലകളെ തട്ടിയാണ് കാറ്റ് വരുന്നത്. അപ്പം ഏകദേശം മലകളൊക്കെ തടഞ്ഞു നിർത്തും. അതിന് ശേഷമുള്ള ചെറിയ നേരിയ കാറ്റുകളെ അനുഭവപ്പെടുകയുള്ളൂ അവിടെ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ നിരന്ന പ്രദേശമാണ്. കാറ്റിൻ്റെ ഒരു ഫ്ലോ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും എല്ലാത്തിനെയും എടുത്തുകൊണ്ട് പോകുന്ന രീതിക്കുള്ള കാറ്റായിരിക്കും. അപ്പോൾ ഇന്നലെ ഒരു സാമ്പിളായിട്ട് വന്ന കാറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോയി. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള സമയത്തൊന്നും ഇറങ്ങി നടക്കാതിരിക്കുക. ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നനഞ്ഞു പോകാതെ എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കുക. നമ്മുടെ ഈ ബാക്ക് സൈഡ് മൊത്തം മരങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പേടിയായിരുന്നു. ഒന്നാമതെ വീടൊക്കെ വലിയ ഇതില്ലാതിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ അതും കൂടെ പറഞ്ഞു പോകാൻ എന്ത് ചെയ്യും. അപ്പം ഈ കാഴ്ചകളൊക്കെ ഉണ്ടോ, മരങ്ങളാണ് ബാക്ക് സൈഡ് മൊത്തം. പക്ഷെ എന്തോ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് 2 പപ്പായ മാത്രമേ നമുക്ക് പോയുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. ബാക്കി ഇനി റോഡിലോട്ടൊക്കെ ഉള്ള കാഴ്ചകൾ നോക്കാം.
ഞാൻ ഇത്രയും കാറ്റൊക്കെ അടിച്ചപ്പോൾ ഞാൻ വണ്ടിയിൽ ഒതുങ്ങി നിന്നപ്പോഴത്തേന് ഒരാൾ ഈ കാറ്റിനെ ഒന്നും വക വെക്കാതെ നല്ല വരിക്ക മാങ്ങ റോഡിൽ നിന്ന് പറക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ റോഡിൽ നിന്ന് പറക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വരുന്ന വണ്ടിക്കാർക്കും ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല ആൾ നിൽക്കുന്നതൊന്നും, കാരണം അത്രയ്ക്ക് കാറ്റും മഴയും ഒക്കെ ഉള്ള പ്രശ്നമാണ്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് റോഡിൽ നിന്ന് മാങ്ങ പറക്കിക്കൊണ്ട് നിൽക്കുന്നു. മനുഷ്യൻ്റെ ജീവൻ ഒരു വിലയും ഇല്ലെന്നാണ് ഞാൻ കണക്കാക്കി ഇന്നലെ. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനതൊന്നുമല്ല, മാങ്ങയാണ് പ്രധാനം. മാങ്ങയൊന്നുമല്ല, നമ്മുടെ തലയുണ്ടെങ്കിലേ മാങ്ങ തിന്നാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്ത് റോഡിലൊന്നും ഇറങ്ങി മാങ്ങ പറക്കാൻ പോകരുത്. ഞാൻ ചായ പിടിക്കാൻ പോയിട്ട് വരട്ടെ, കാരണം സമയം 4 മണി കഴിഞ്ഞു. അവിടെ എത്തിയെങ്കിലേ നമുക്ക് ബാക്കിയുള്ള ന്യൂസുകളൊക്കെ കിട്ടുള്ളൂ. ആ ഏരിയയിൽ എന്ത് നടന്നു, അങ്ങനെ കുറച്ച് ക്യാമറാസൊക്കെ അവിടെ ഉണ്ട്, അതുപോലെ മീഡിയകളും ഉണ്ട്. അപ്പോൾ അവരുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ പോവുകയാണ്. ഓക്കെ.